തൃശൂരിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന ചന്ദ്രബോസിനെ വാഹനം കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് മുഹമ്മദ് നിസാം. കഴിഞ്ഞ 20-ാം തീയതി രാത്രി 2 തവണ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് സഹോദരങ്ങളായ അബ്ദുൾ നിസാറും അബ്ദുൾ റസാഖിന്റെയും പരാതി. നിസാമും മറ്റ് 3 പേരും പാർട്ട്ണർമാരായ ബീഡി കമ്പനിയുടെ ലാഭവിഹിതം സംബന്ധിച്ച തർക്കമാണ് ഭീഷണിക്ക് കാരണമെന്ന് പരാതിയിൽ പറയുന്നു. ഫോൺ വിളിയുടെ ശബ്ദരേഖ സഹിതമാണ് സഹോദരങ്ങൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അതല്ല വേല സ്റ്റാഫിന് വില കൂടുന്ന റേറ്റ് കൂടുന്ന ചോദിച്ചപ്പോ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പറഞ്ഞു പറഞ്ഞു. ഈ സ്റ്റാഫിന് സാലറി കൂട്ടുമ്പോന്നുള്ളത് ഈ കുട്ടികളൊന്നുമില്ലോ. എന്നെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കാന്നല്ല. ഞാൻ പഠിപ്പിക്കുന്നില്ലല്ലോ. സ്ഥാപനത്തിന്റെ വരുമാനം തട്ടിയെടുത്ത് കേസ് നടത്തിപ്പിന് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് നിസാമിന്റേതെന്നാണ് സഹോദരങ്ങൾ പറയുന്നത്. പരാതിയെ ഗൗരവത്തോടെ കാണുന്നുവെന്നും സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ ജയിൽ DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ജയിലിനകത്തുണ്ടെങ്കിൽ അവരുടെയാണ് ജുറിസ്ഡിക്ഷൻ. അവർ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ മെക്കാനിസം ഉണ്ട്. മീഡിയ 1 തൃശൂർ.